നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. UAE-യിൽ ഇന്ന് 608 പേർക്ക് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 706 പേർ ഇന്ന് രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച 2 പേരാണ് മരിച്ചത്. പുതുതായി നടത്തിയ 3,11,171 പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 7,30,743 പേർക്ക് UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒമാനിൽ 45 പേർക്ക് മാത്രമാണ് പുതുതായി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ച രാജ്യത്ത് 24 മണിക്കൂറിനിടെ മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 84 പേർ കൂടി രോഗമുക്തി നേടി. രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 3,02,268 ആയി. ആകെ രോഗികളിൽ 2,93,498 പേരും രോഗമുക്തരായി. 96.8% ഇപ്പോഴത്തെ രോഗമുക്തി നിരക്ക്. ആകെ 4,090 പേർക്ക് ഒമാനിൽ കോവിഡ് കാരണം ജീവൻ നഷ്ടമായി. സൗദി അറേബ്യയിൽ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് 4 കോടി ഡോസ് കവിഞ്ഞു. രാജ്യത്താകെ 4,34,142 ഡോസ് വാക്സിനാണ് ഇതുവരെ നൽകിയത്. അതേസമയം രാജ്യത്ത് നിന്ന് പുതുതായി 88 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 70 പേർ സുഖം പ്രാപിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 7 പേർ കൂടി മരിച്ചെന്നും സൗദി ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇന്ന് 50,198 RT-PCR പരിശോധനകൾ നടന്നു. ഇന്ത്യയും ബഹ്റൈനും തമ്മിൽ എയർ ബബിൾ പ്രകാരമുള്ള വിമാന സർവീസുകൾ വർദ്ധിപ്പിച്ചത് നിലവിൽ വന്നു. ഇനി മുതൽ എയർ ഇന്ത്യയും ഗൾഫ് എയറും ദിവസം 2 സർവീസ് വീതം നടത്തും. ബംഗളൂരുവിൽ നിന്ന് കൊച്ചി വഴി പുതുതായി ആരംഭിച്ച എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം ബുധനാഴ്ച ബഹ്റൈനിലെത്തി. എയർ ഇന്ത്യ ഡൽഹിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് ആഴ്ചയിൽ 2 സർവീസ് നടത്തിയിരുന്നത് ഇനി മുതൽ 4 ആകും. ഹൈദരാബാദിൽ നിന്ന് 1 സർവീസ് നടത്തിയിരുന്നത് 2 ആയി വർദ്ധിപ്പിച്ചു. ബംഗളൂരുവിൽ നിന്ന് കൊച്ചി വഴിയുള്ള പുതിയ സർവീസ് ബുധൻ ശനി ദിവസങ്ങളിൽ നടത്തും. കുവൈറ്റിൽ ഇഖാമ നിയമലംഘകരെ കണ്ടെത്താൻ പരിശോധന ശക്തമാക്കി ആഭ്യന്തര മന്ത്രാലയം. 200ഓളം വിദേശികളാണ് 2 ഇടങ്ങളിലായി ഇന്ന് രാവിലെ നടന്ന പരിശോധനാ ക്യാമ്പയിനിൽ പിടിയിലായത്. പലതവണ ഇളവുകൾ നൽകിയിട്ടും താമസ നിയമം വിധേയമാക്കാത്ത വിദേശികളെ പ്രത്യേക ക്യാമ്പയിനിലൂടെ പിടികൂടാനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നടപടി. പൊതുസുരക്ഷാ വിഭാഗം മേധാവി മേജർ ജനറൽ ഫറാജ് അൽ സൗബിയുടെ മേൽനോട്ടത്തിൽ സബ്ഹാൻ, ഫറാഹിൽ എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ബുധനാഴ്ചത്തെ പരിശോധന. മലയാളി യുവാവ് ഖത്തറിൽ വാഹനാപകടത്തിൽ മരിച്ചു. കോഴിക്കോട് നാദാപുരം നരിപ്പറ്റ കൊയ്യാൽ ചെരിഞ്ഞപറമ്പ് അമീർ ആണ് മരിച്ചത്. ദോഹ ഉംസലാൽ ഹൈവേയിലുണ്ടായ വാഹനാപകടത്തിലായിരുന്നു അന്ത്യം. ദോഹയിലെ ടോപ്പ് ടവർ ട്രേഡിംഗ് കമ്പനി ജീവനക്കാരനായിരുന്നു അമീർ. ഖത്തർ ഹാൻഡ്ബോൾ അസോസിയേഷനിൽ ജോലി ചെയ്തിരുന്ന CP അബ്ദുള്ളയാണ് പിതാവ്. സാംസ്കാരിക വിനിമയത്തിനും മതസഹിഷ്ണുതയ്ക്കും പേരുകേട്ട ദുബായിൽ പുതിയ ഹിന്ദു ക്ഷേത്രം ഒരുങ്ങുന്നു. ജബൽ അലിയിൽ അതിവേഗം നിർമ്മാണം പുരോഗമിക്കുന്ന ക്ഷേത്രത്തിന്റെ ഡിസൈൻ അറബ് വാസ്തുശില്പ മാതൃകയിലാണെന്നതാണ് പ്രധാന സവിശേഷതകളിൽ ഒന്ന്. 2020 ഓഗസ്റ്റ് 29-ന് തറക്കല്ലിട്ട ക്ഷേത്രത്തിന്റെ പ്രധാന കെട്ടിടങ്ങളുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായതായി ദുബായ് ഹിന്ദു ടെമ്പിൾ ട്രസ്റ്റിമാരിലൊരാളായ രാജു ഷ്രോഫ് അറിയിച്ചു. ബർദുബായിലെ സിന്ധി ഗുരുദർബാറിന്റെ ഭാഗമായാണ് ജബൽ അലിയിലെ ഗുരുനാനാക്ക് ദർബാർ ഗുരുദ്വാരയോട് ചേർന്ന് പുതിയ ക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുന്നതെന്ന് ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു. സൗദിയിൽ വിദേശ തൊഴിലാളികൾക്കായി ഏർപ്പെടുത്തിയ ലെവി സമ്പ്രദായം പുനഃപരിശോധിക്കണമെന്ന ആവശ്യവുമായി ഷൂറ കൗൺസിൽ രംഗത്തെത്തി. വൻതുക ചെലവായി ഈടാക്കുന്നത് ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയതായി ചൂണ്ടിക്കാണിച്ചു ഷൂറ കൗൺസിൽ സമ്പ്രദായം പുനഃപരിശോധിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. COVID-19 കാരണം പാതി വഴിയിലായ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ബാക്കി മത്സരങ്ങൾ കാണാൻ കാണികൾക്ക് അവസരം. ഈ മാസം 19-ന് ആരംഭിക്കുന്ന മത്സരങ്ങൾ ദുബായ്, അബുദാബി, ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിലാണ് അരങ്ങേറുക. ടൂർണമെന്റിലേക്ക് ഇപ്രാവശ്യം കാണികളെ പ്രവേശിപ്പിക്കുമെന്ന് ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ അറിയിച്ചു. കോവിഡ് കാരണം കഴിഞ്ഞ വർഷം കാണികളെ പ്രവേശിപ്പിച്ചിട്ടില്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ ആശങ്ക നിലനിന്നിരുന്നു. നിശ്ചിത എണ്ണം കാണികളെ മാത്രമേ പ്രവേശിപ്പിക്കൂവെങ്കിലും തീരുമാനം മലയാളികളടക്കമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളെ ആനന്ദത്തിലാഴ്ത്തി. അടുത്ത മാസം മുതൽ ദുബായിൽ ആരംഭിക്കാനിരിക്കുന്ന എക്സ്പോ 2020-ലെ സന്ദർശകർക്ക് കോവിഡ് വാക്സിനേഷൻ നിർബന്ധമാക്കി. അല്ലെങ്കിൽ PCR പരിശോധന നടത്തി കോവിഡ് ഇല്ലെന്ന് ഉറപ്പാക്കണം. ബുധനാഴ്ചയാണ് എക്സ്പോയുടെ കോവിഡ് സുരക്ഷാ പ്രോട്ടോകോളുകൾ അധികൃതർ വെളിപ്പെടുത്തിയത്. സന്ദർശകർ അവരവരുടെ രാജ്യത്ത് അംഗീകാരമുള്ള വാക്സിനുകൾ എടുത്താൽ മതിയാകും. അല്ലെങ്കിൽ 72 മണിക്കൂറിനിടെയുള്ള PCR പരിശോധനാ ഫലം ഹാജരാക്കണം. 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ നിബന്ധനകൾ ബാധകം. സൗദിയിൽ ബിനാമി സ്ഥാപനങ്ങൾ നടത്തിയതിന്റെ പേരിൽ 585 സ്ഥാപനങ്ങൾക്കെതിരെ ഈ വർഷം നടപടിയെടുത്തതായി വാണിജ്യ മന്ത്രാലയം. 21,000 പരിശോധനകളാണ് ഇതുവരെ നടത്തിയത്. ശിക്ഷാ നടപടിയിലുണ്ടായതിൽ മലയാളികളുടെ കടകളും പെടും. രാജ്യത്ത് ബിനാമി ബിസിനസ് നടത്തി വരുന്നവർക്ക് പദവി ശരിയാക്കാനുള്ള അവസരം അടുത്ത വർഷം ഫെബ്രുവരി വരെ നീട്ടിയിരുന്നു. ഇതുവരെ 585 സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയുണ്ടായി. വാണിജ്യ നിക്ഷേപ മന്ത്രാലയമാണ് നടപടിയെടുത്തത്. ഇതിൽ മലയാളികളുടെ സ്ഥാപനങ്ങളും പെടുന്നതാണ്.
കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.